ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ബേക്കറികൾ വാങ്ങാതെ ഇതുപോലുള്ള പലഹാരങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ അവലൊന്ന് ചൂടാക്കിയെടുക്കണം. 500 ഗ്രാം പാക്കറ്റിൽ നിന്നും പകുതി അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവലിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കണം. ഇതിനായി 300 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ ശർക്കര നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ചൂടാക്കി വെച്ച അവൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് തരികളോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ. നന്നായി പൊടിഞ്ഞു പോകരുത്. ഇതുപോലെ ചെറിയ തരികളോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 200 ഗ്രാം റോസ്റ്റഡ് പീനട്ടാണ് എടുത്തിട്ടുള്ളത്, അതായത് നിലക്കടല വറുത്തത്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ, നന്നായി പൊടിക്കരുത്. ഇനി മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ ചിരകിയതാണ്. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് 3 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് അരിച്ചെടുത്ത തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച അവൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ പെട്ടെന്ന് തിക്കായി വരും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. 2 മിനിറ്റ് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അവൽ ഒന്ന് തിക്കായിട്ട് വരും. ഇതുപോലെ തിക്കായി വരുന്ന സമയത്ത് തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായി കൈവിടാതെ ഇളക്കി കൊടുക്കണം. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന രീതിയിലാകുമ്പോൾ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കണം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊടിച്ചു വെച്ച പീനട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പീനട്ട്സിന് പകരം കാഷ്നട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ഞാനിവിടെ പീനട്ട്സ് എടുത്തുന്നേ ഉള്ളൂ. കാഷ്നട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. അതുകൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നമ്മൾ പാത്രത്തിൽ നിന്ന് മാറ്റുന്ന സമയത്ത് പാത്രത്തിൽ പറ്റി പിടിക്കാതെ കിട്ടാൻ വേണ്ടിയാണ് നെയ്യ് തടവി കൊടുക്കുന്നത്. ഇനി ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കണം. കുറച്ച് നേരം മാറ്റി വെക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ വളരെ സോഫ്റ്റായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.